महाभारतं महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे. പാണ്ഡവർ ഓരോരുത്തരായി ജനിച്ചപ്പോൾ ആകാശത്ത് നിന്ന് ദേവന്മാർ ദുന്ദുഭിനാദം മുഴക്കി. അതേസമയം കൗരവരിൽ മൂത്തവനായ ദുര്യോധനൻ ജനിച്ചപ്പോൾ തന്നെ പല ദുർനിമിത്തങ്ങളും കാണുകയുണ്ടായി. ഇതിന്റെ കാരണം ധൃതരാഷ്ട്രർ അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ബ്രാഹ്മണോത്തമന്മാർ പറഞ്ഞു, ഈ മകൻ ഈ കുലത്തിന് അന്തകനാണ്, അതുകൊണ്ട് ഇവനെ അങ്ങ് ഉപേക്ഷിക്കണം എന്ന് ആദ്യമേ തന്നെ വിതുരരടക്കമുള്ളവർ പറഞ്ഞിരുന്നു. പക്ഷേ അന്നേ ധൃതരാഷ്ട്രർക്ക് ദുര്യോധനനോടുള്ള ആ മമത അത്യധികമായിരുന്നു. ഈ 101 പേരെ കൂടാതെ ധൃതരാഷ്ട്രർക്ക് ഒരു വൈശ്യസ്ത്രീയിൽ യുയുത്സു എന്നൊരു മകനും ഉണ്ടായി. സത്യത്തിൽ ഗാന്ധാരി ധൃതരാഷ്ട്രരോട് കാണിച്ച ആ ആത്മാർത്ഥത, അതായത് കണ്ണുകെട്ടി അങ്ങ് കാണാത്ത ലോകം എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞ് കാണിച്ച ആ ഒരു ആത്മാർത്ഥത ധൃതരാഷ്ട്രർ സത്യത്തിൽ ഇങ്ങോട്ട് കാണിച്ചിട്ടില്ല. കാരണം 2 വർഷത്തോളം ആയിട്ടുള്ള ഗാന്ധാരിയുടെ ആ ഗർഭാലസ്യത്തിൽ ധൃതരാഷ്ട്രരെ ശുശ്രൂഷിക്കാൻ വന്ന വൈശ്യസ്ത്രീയിലാണ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായത്. എന്നാൽ യുയുത്സു പലപ്പോഴും പാണ്ഡവരുടെ പക്ഷത്തു നിന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ കൗരവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനായിരുന്നു വീരനായ യുയുത്സു. ഇങ്ങനെ കാട്ടിൽ പാണ്ഡു മക്കളോടൊന്നിച്ച് സന്തോഷമായി കഴിയുന്നു. ഇവിടെ കൊട്ടാരത്തിലും എല്ലാവരും സന്തോഷമായി കഴിയവേ കാട്ടിൽ വെച്ച് വസന്തകാലം വന്ന സമയത്ത്, വസന്തകാലം പ്രകൃതിയിൽ തന്നെ ഒരു നല്ല മാറ്റമുണ്ടാക്കുന്ന ഒരു കാലമാണ്. കാമദേവന്റെ കൂട്ടുകാരനാണ് വസന്തം എന്നാണ് പറയുക. ചപല വികാരങ്ങൾ ഉണർത്താൻ പറ്റുന്ന രീതിയിലുള്ള ആ കാലാവസ്ഥയിൽ പാണ്ഡു മതിമറന്നങ്ങനെ നിൽക്കുന്ന സമയത്താണ് തന്റെ പുറകെ നടന്നു വരുന്ന മാദ്രിയെ കാണുന്നത്. ഈ സമയത്ത് പാണ്ഡു ഒരു നിമിഷം തന്റെ ശാപത്തെ കുറിച്ച് മറന്നു. മാദ്രിയെ ആലിംഗനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ മാദ്രി തടഞ്ഞു. കാരണം മാദ്രിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പാണ്ഡു അതൊന്നും വകവെച്ചില്ല. അങ്ങനെ അവരുടെ ബന്ധത്തിനൊടുവിൽ പാണ്ഡു മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. മാദ്രിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ കുന്തി കാണുന്നത് ജീവനറ്റ പാണ്ഡുവിനെയാണ്. ഉടനെ കുന്തി മാദ്രിയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നീയെങ്കിലും ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാദ്രി പറയും, ജ്യേഷ്ഠത്തി, ഞാൻ ഒരുപാട് പറഞ്ഞതാണ്, പക്ഷേ എന്തു ചെയ്യാം. അപ്പോൾ കുന്തി പറഞ്ഞു, ശരി, എന്തായാലും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളെയൊക്കെ നീ നോക്കണം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ യമപുരത്തിലേക്ക് എൻ്റെ ഭർത്താവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഞാനും പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മാദ്രി പറഞ്ഞു, ജ്യേഷ്ഠത്തി, ദേവി മക്കളെ നോക്കണം. കാരണം എനിക്ക് പക്ഷപാതമില്ലാതെ മക്കളെ നോക്കാനുള്ള കഴിവ് ഇല്ല എന്ന് തുറന്നു പറയുകയാണ്. മാത്രമല്ല, നമ്മുടെ ഭർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദി ഞാനായതുകൊണ്ട് ഞാനാണ് പതിയെ പിന്തുടരേണ്ടത്. അങ്ങനെ പാണ്ഡുവിന്റെ ചിതയിൽ ചാടി മാദ്രി ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് സതിയായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അതോടെ കുന്തിയും മക്കളും അനാഥരായി. ആ സമയത്ത് അവർ താമസിച്ചിരുന്ന കാട്ടിലുണ്ടായിരുന്ന ഋഷിമാർ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, കുന്തിയെയും മക്കളെയും ഹസ്തിനാപുരിയിൽ ആക്കണം.
ഇനി അവർക്ക് വേറെ ആശ്രയമില്ല എന്ന് പറഞ്ഞ് ആ ഋഷിമാർ ഈ പാണ്ഡുവിന്റെയും മാദ്രിയുടെയും ചിതാഭസ്മവും എടുത്ത് കുന്തിയെയും മക്കളെയും ഹസ്തിനാപുരിയിലാക്കി. ആ സമയത്ത് എല്ലാവരും ദുഃഖിതരായി. എങ്കിലും കുന്തിയെയും മക്കളെയും എല്ലാവരും സസന്തോഷം കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു. വിതുരരും ഭീഷ്മരും എപ്പോഴും കുന്തിക്കും പാണ്ഡവർക്കും സഹായത്തിനെത്തിയിരുന്നു. എങ്കിലും കുന്തിയുടെ ഒരു ദുര്യോഗം, സത്യത്തിൽ ആ രാജ്യത്തെ രാജാവായിരുന്നു പാണ്ഡു. പാണ്ഡു സ്വയം ഉപേക്ഷിച്ചെന്ന പോലെയാണ് മൃഗയാവിനോദത്തിന് പോയത്. ഇപ്പോഴിതാ കുന്തിയും മക്കളും ശരിക്കും അഭയാർത്ഥികളെ പോലെ ആയിത്തീർന്നു. അങ്ങനെ സ്വാഭാവികമായും പിന്നീട് ധൃതരാഷ്ട്രർ രാജാവാകുന്നു. പാണ്ഡുവിനും മാദ്രിക്കും വേണ്ടി വിധിയാവണ്ണം എല്ലാവരും ഉദകക്രിയകളൊക്കെ ചെയ്തു. പാണ്ഡവർ 12 ദിവസത്തെ പുല ആചരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് വ്യാസഭഗവാൻ തന്റെ അമ്മയായ സത്യവതിയോട് പറഞ്ഞു, അമ്മേ, നല്ല കാലം അവസാനിച്ചു. ഇനി ഈ ഭൂമിയിൽ തന്നെ അധർമ്മം പെരുകുന്നതാണ്. പ്രത്യേകിച്ച് ഈ കുലം തന്നെ അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് നശിക്കുന്നതാണ്. എന്തായാലും ഇതൊക്കെ കണ്ട് ഈ കൊട്ടാരത്തിൽ ഇരിക്കുന്നതിനേക്കാളും നല്ലത് അമ്മ ഈ കൊട്ടാരം വിട്ടു പോകുന്നതാണ്. അമ്മ തപോവനത്തിലേക്ക് പോയി തപസ്സനുഷ്ഠിക്കുക എന്ന് പറഞ്ഞപ്പോൾ സത്യവതിക്കും തോന്നി, ശരിയാണ് മകൻ പറഞ്ഞത്. അങ്ങനെ സത്യവതി അംബികയോട് ഈ കാര്യം പറയുന്നു. അംബികയുടെ മകനാണ് ധൃതരാഷ്ട്രൻ. അംബികയോട് പറഞ്ഞു, അംബികെ, നിന്റെ മകന്റെ ദുർനയങ്ങൾ കാരണം ഈ കുലം നശിക്കാൻ പോകുന്നുവെന്ന് ഞാൻ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം വിട്ടു പോവുകയാണ്. നിനക്കും വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം. അതേപോലെ സ്വന്തം മകനായ പാണ്ഡുവിന്റെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന അംബാലികയോടും സത്യവതി ഇതേ ചോദ്യം ചോദിക്കും. ഞാൻ എന്തായാലും രാജ്യം വിട്ടു പോകാൻ തീരുമാനിച്ചു, നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ സത്യവതിയും മകന്റെ ഭാര്യമാരായ അംബികയും അംബാലികയും ആ രാജ്യം വിട്ട് പോവുകയാണ്. എല്ലാവരുടെയും സമ്മതത്തോടുകൂടെ തന്നെ ആ രാജ്യം വിട്ട് തപോവനത്തിലേക്ക് പോയി. അങ്ങനെ അവർ തപസ് ചെയ്ത് സദ്ഗതി പൂകി എന്ന് പറഞ്ഞ് അവരുടെ ആ അധ്യായം അവിടെ അവസാനിക്കുന്നു. പണ്ടൊക്കെ അങ്ങനെയാണ്, സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു തിരിച്ചുപോക്കില്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും അവിടെ അങ്ങനെ അങ്ങ് കൂടുക മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ ഇവിടെ കുന്തിയും ഏകദേശം ആ ഒരു നിലയിലാണ്. സത്യത്തിൽ വിതുരരും ഭീഷ്മരും മാത്രമാണ് കുന്തിക്കും മക്കൾക്കും ആകെ ഒരു ആശ്രയം. ഈ ദുര്യോധനന് ചെറുപ്പം മുതൽ തന്നെ രാജ്യാധികാരം ഉള്ളിലുണ്ടായിരുന്നു. അതിന് എരിവ് പകരാൻ എന്നതുപോലെ അമ്മാവനായ ശകുനിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ദുര്യോധനൻ കണക്ക് കൂട്ടിയത് പാണ്ഡുവും മക്കളും ഒക്കെ ഇനി എല്ലാ കാലത്തും കാട്ടിൽ തന്നെ കഴിഞ്ഞോളും. അച്ഛൻ അന്ധനായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്നെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യും. ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിരിക്കുമ്പോഴാണ് കുന്തിയും മക്കളും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളിൽ ഏറ്റവും മൂത്തയാൾക്കാണ് യുവരാജാവായിട്ട് ഉള്ള ആ ഒരു അർഹത ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യുധിഷ്ഠിരനാണ് ആദ്യം ജനിച്ചത്. അത് ദുര്യോധനന് മനസ്സിലായത് മുതൽ തന്നെ ദുര്യോധനന് ഈ പാണ്ഡവരോട് പക തുടങ്ങിയിരുന്നു. ബാല്യകാലത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കുന്ന സമയത്തെ ദുര്യോധനൻ പല രീതിയിൽ ഇവരെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കിയിരുന്നു. അതേസമയം ഈ ഭീമൻ തന്റെ ശക്തി കയ്യൂക്കുകൊണ്ട് പല രീതിയിലുള്ള വികൃതികൾ കാണിക്കുകയും ചെയ്തു. ഈ കൈത്തരിപ്പ് മാറ്റുക എന്നൊക്കെ പറയുന്നത് പോലെ ശരിക്കും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണോ പെരുമാറുക അതുപോലെയാണ് ഈ ഭീമൻ പെരുമാറിക്കൊണ്ടിരുന്നത്.
ആൾബലം കൊണ്ട് കൗരവരായിരുന്നു മുൻപിൽ എങ്കിലും പലപ്പോഴും കളികളിൽ ജയിക്കുന്നത് പാണ്ഡവരായിരുന്നു. അതിൽ തന്നെ ഭീമനാകട്ടെ ഈ കൗരവരെ മുഴുവൻ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കും. എല്ലാവരെയും ഒരുമിച്ച് ഒറ്റയടിക്ക് തലയൊക്കെ കൂട്ടിയിടിക്കും. മാത്രമല്ല, വെള്ളത്തിൽ കളിക്കുന്ന സമയത്ത് 10 പേരെയും ഒരുമിച്ച് മുക്കുക, ഇതൊക്കെ ഭീമന്റെ വിനോദങ്ങളായിരുന്നു. എന്നാൽ അതൊക്കെ ഒരു ബാല്യസഹജമായ വികൃതിയായിട്ടാണ് ഇവിടെ വ്യാസഭഗവാൻ പറയുന്നത്. അതേസമയം ദുര്യോധനൻ എങ്ങനെയെങ്കിലും ഇവരെ കൊല്ലണം എന്ന ഒരു ചിന്തയിലായിരുന്നു. അതിൽ തന്നെ ആദ്യം ഭീമസേനനെ കൊല്ലണം, തുടർന്ന് യുധിഷ്ഠിരനെയും മറ്റു പാണ്ഡവരെയും വകവരുത്തണം, എന്നിട്ട് എനിക്ക് തന്നെ രാജാവാകണം എന്ന ഒരു ചിന്ത ദുര്യോധനന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആദ്യം ഈ ഭീമസേനനെ വകവരുത്തണം എന്ന ചിന്തയാൽ ദുര്യോധനൻ ഒരു പദ്ധതി തയ്യാറാക്കി. എല്ലാവരും കൂടെ ഉദ്യാനത്തിൽ ജലക്രീഡയ്ക്കായി പോവുക എന്നതായിരുന്നു ആ പദ്ധതി. അവിടുത്തെ പാചകക്കാരെയൊക്കെ പാട്ടിലാക്കിയിട്ട് കുറച്ച് വിഷവും സംഘടിപ്പിച്ച്, അതും കാളകൂട വിഷം, അതും സംഘടിപ്പിച്ച് ഈ ഭക്ഷണത്തിന്റെ കൂടെയൊക്കെ പൊതിഞ്ഞു കെട്ടി ആരെയും അറിയിക്കാതെ അങ്ങനെ നടന്നു. അങ്ങനെ ഈ ഉദ്യാനത്തിൽ കുറെ നേരം എല്ലാവരും കളിച്ചു, ജലത്തിൽ ക്രീഡ ചെയ്തു. അത് കഴിഞ്ഞ് വിശ്രമവേളയിൽ ദുര്യോധനൻ സ്നേഹത്തോടെ ഭീമനെ ഊട്ടുകയാണ്. ഈ ചോറിന്റെ കൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കൂടെ കാളകൂട വിഷവും മിശ്രിതമാക്കി ഭീമന് വായിലേക്ക് ഉരുട്ടി ഉരുട്ടി വെച്ചു കൊടുക്കുകയാണ്. ഭീമനാകട്ടെ സന്തോഷത്തോടെ, കാരണം ഭക്ഷണം ഭീമന്റെ ഒരു വീക്ക്നെസ് ആണ്, നന്നായിട്ട് അങ്ങോട്ട് കഴിക്കുകയും ചെയ്തു. എന്നിട്ടും കാളകൂട വിഷം പെട്ടെന്നൊന്നും പ്രവർത്തിച്ചില്ല. വീണ്ടും എല്ലാവരും കളിച്ചു, ജലത്തിൽ നീന്തി തുടിച്ചു. ഇതിൽ എല്ലാവരെയും ചുമലിലെടുക്കുക, അങ്ങനെയുള്ള കളികളിലും ഭീമൻ ഏർപ്പെടാറുണ്ട്. അപ്പോൾ ഭീമൻ വിചാരിച്ചു, എല്ലാവരെയും ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നത് കൊണ്ടായിരിക്കും എനിക്കൊരു ക്ഷീണം എന്ന് വിചാരിച്ചിട്ട് ഭീമൻ ആ ജലാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായ കൂടാരത്തിൽ കയറി കിടന്നു. പക്ഷെ അപ്പോഴേക്കും വിഷം മുഴുവൻ ശരീരത്തിൽ ബാധിച്ചു. ബോധം കെട്ടവനെ പോലെ അവൻ ഉറങ്ങി എന്നല്ല, ശരിക്കും ആ ജീവൻ പോകുന്ന ഒരു തലത്തിലെത്തി. ഈ സമയത്ത് മറ്റെല്ലാവരും ജലക്രീഡയിലായിരിക്കെ ദുര്യോധനൻ നോക്കി നിൽക്കുകയായിരുന്നു ഭീമൻ ക്ഷീണിക്കുന്നത്. അങ്ങനെ ഭീമനെ ഒരു വള്ളി കൊണ്ട് കെട്ടിയിട്ട് ആരും കാണാതെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെള്ളത്തിലേക്ക് അങ്ങ് തള്ളിയിട്ടു. അങ്ങനെ ഭീമൻ താഴ്ന്നു പോയിട്ട് വെള്ളത്തിന്റെ അടിയിൽ തട്ടി. അപ്പോൾ ഭീമന്റെ ഈ ഭാരം കൊണ്ട് ആ വെള്ളത്തിന്റെ അടിഭാഗവും തുരന്ന് ഭീമൻ അങ്ങനെ താഴേക്ക് നാഗലോകത്തിലേക്ക് പോയി. ഒരു മനുഷ്യൻ തങ്ങളുടെ ലോകത്തേക്ക് വരുന്നത് കണ്ട് എല്ലാവരും ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. പിന്നീട് അവരൊക്കെ ഈ ഭീമനെ ദംശിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് സംഭവിച്ചു എന്നാൽ, ഈ നാഗങ്ങളുടെ കടിയേറ്റിട്ടുള്ള ആ വിഷവും ഭീമന്റെ ശരീരത്തിലുള്ള വിഷവും തമ്മിലുള്ള ഒരു പ്രതിപ്രവർത്തനം മൂലം ഭീമന്റെ വിഷം ഇറങ്ങി. അങ്ങനെ ഭീമൻ ആ ബോധം തെളിഞ്ഞ് എഴുന്നേറ്റപ്പോൾ കാണുന്നത് ചുറ്റിലും കുറെ നാഗങ്ങൾ എല്ലാറ്റിനെയും പിടിച്ച് ഞെരിച്ചു കൊന്നു. കുറെ നാഗങ്ങളെ കൊന്നു. അപ്പോഴേക്കും ആ നാഗങ്ങൾക്ക് മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല. അങ്ങനെ എല്ലാവരും വാസുകിയുടെ അടുത്ത് പോയി പരാതി പറഞ്ഞു. അപ്പോൾ വാസുകി ഭീമനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു കാര്യം പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന നാഗലോകത്തുണ്ടായിരുന്ന അര്യകൻ എന്നൊരു നാഗേന്ദ്രൻ കുന്തിയുടെ അച്ഛന്റെ പിതാമഹനായിരുന്നു അത്രേ. അതെങ്ങനെയാണെന്ന് എനിക്കും മനസ്സിലായില്ല. അതും ഏതച്ഛന്റെ, കുന്തിഭോജന്റെ ആണോ അതോ ശൂരസേനന്റെ ആണോ എന്നും പറയുന്നില്ല. പക്ഷെ ഈ അര്യകൻ ഭീമസേനനെ കണ്ട് മനസ്സിലാവുകയാണ് ഇത് തന്റെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയാണ് എന്ന്. അങ്ങനെ അര്യകൻ വാസുകിയോട് പറഞ്ഞു, ഇവനെ ഉപദ്രവിക്കരുത്, ഇവൻ എന്റെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയാണ്, ഇവനെ നമുക്ക് നന്നായിട്ട് സൽക്കരിച്ച് തിരിച്ചുവിടണം. അങ്ങനെ ആദ്യം കുറെ ധനങ്ങൾ കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അര്യകൻ പറഞ്ഞു, ചെറിയ കുട്ടിയായ ഇവൻ എന്തിനാണ് ധനം, മറിച്ച്
ഇവന് നല്ല ബലം കിട്ടത്തക്ക വിധത്തിലുള്ള രസായനം ഇവനെ കൊണ്ട് കുടിപ്പിക്കാം. ആ നാഗലോകത്തെ രസായനം കുടിച്ചാൽ 10,000 നാഗങ്ങളുടെ ശക്തിയാണത്രേ കിട്ടുക. അപ്പോൾ ഭീമൻ എത്രത്തോളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം കുടിക്കട്ടെ എന്ന് വിചാരിച്ച് അവനോട് ഇത് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഭീമസേനൻ 8 കുടം രസായനമാണത്രേ ഒറ്റയടിക്ക് കുടിച്ചത്. അതോടെ ഭീമസേനന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും അതിമടങ്ങ് ശക്തി കിട്ടുകയാണ് ചെയ്തത്. എന്നാൽ ആ സമയം ഇതൊന്ന് ദഹിക്കണം, കാരണം മനുഷ്യ ശരീരമാണ്. ഇത് ദഹിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ആ നാഗലോകത്ത് ഭീമസേനൻ കിടന്നുറങ്ങുകയാണ്, ദിവസങ്ങൾ പോകുന്നതറിയാതെ. അതേസമയം ഇവിടെ ജലക്രീഡയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വൈകുന്നേരമായപ്പോൾ തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. പാണ്ഡവരായ ഈ 4 പേർ വിചാരിച്ചു ഭീമസേനൻ നേരത്തെ തന്നെ പോയിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് തിരിച്ചുപോയി. ദുര്യോധനൻ കണക്കുകൂട്ടി ഭീമസേനന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഉള്ളിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പോയത്. അങ്ങനെ കുന്തിയുടെ അടുത്തെത്തിയതും യുധിഷ്ഠിരൻ ചോദിച്ചു, അമ്മേ, ഭീമസേനൻ എവിടെ? അപ്പോൾ കുന്തി തിരിച്ചു ചോദിച്ചു, ഭീമൻ നിങ്ങളുടെ കൂടെയല്ലേ ഉള്ളത്? അപ്പോൾ യുധിഷ്ഠിരൻ ആകെ പരിഭ്രമമായി. അപ്പോൾ അവൻ വന്നില്ലേ ഇങ്ങോട്ട്? കുന്തി പറഞ്ഞു, ഇല്ല, അവൻ എവിടെ? അങ്ങനെ ആകെ എല്ലാവരും നിലവിളിയായി. മാത്രമല്ല, ആദ്യം മുതലേ കുന്തിക്ക് സംശയമുണ്ട്, ദുര്യോധനൻ തന്റെ മക്കളെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന്. പലപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പെരുമാറ്റം ദുര്യോധനൻ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ കുന്തി നിലവിളിച്ചുകൊണ്ട് വിതുരരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്റെ മകനെ കാണുന്നില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ വിതുരർ പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം ഈ നാഗലോകത്ത് സുഖമായി കിടന്നുറങ്ങിയ ഭീമൻ 8 ദിവസം കഴിഞ്ഞാണത്രേ തനിയെ എഴുന്നേൽക്കുന്നത്. അപ്പോഴേക്കും ഈ കുടിച്ച രസായനം ദഹിച്ച് ശരീരത്തിൽ അങ്ങനെ പിടിച്ചു. അങ്ങനെ 1000 മടങ്ങ് ശക്തിയോടുകൂടെ ഭീമസേനനെ, എല്ലാ നാഗങ്ങളും ഈ ഭീമസേനനെ സത്കരിച്ചുകൊണ്ട് തിരിച്ച് ഭൂമിയിലേക്ക് കയറ്റിവിടുകയാണ്. അങ്ങനെ ഭീമസേനൻ ഒന്നും സംഭവിക്കാത്തതുപോലെ തിരിച്ചു വന്നു. കുന്തിക്ക് വലിയ സന്തോഷമായി, കെട്ടിപ്പിടിച്ച് തഴുകി അങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഭീമസേനൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, ജ്യേഷ്ഠ, ഇത് ദുര്യോധനന്റെ ചതിയാണ്. അപ്പോൾ ഭീമനോട് പറഞ്ഞു, ഭീമ, നീ അറിഞ്ഞത് അറിഞ്ഞു, നീ അത് മനസ്സിൽ വെച്ചേക്കൂ. നമ്മളിവിടെ അഭയാർത്ഥികളാണ്, നമുക്കിത് ആരോടും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ഇതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി എന്ന് ഭീമനോട് യുധിഷ്ഠിരൻ പറഞ്ഞു. ആളുകൾ എപ്പോഴും തന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ എന്ന് ചിന്തിക്കുന്ന ആളാണ് ധർമ്മപുത്രൻ. ഇങ്ങനെയും ഒരുപാട് ആളുകളെ നമുക്ക് കാണാം, ഒന്നിനും പ്രതികരിക്കില്ല. ഇതാണ് യുധിഷ്ഠിരന്റെ ഒരു രീതി. എല്ലാം അങ്ങ് സഹിക്കുകയാണ്, പ്രതികരിക്കുകയേയില്ല. അതേസമയം ഭീമൻ നേരെ തിരിച്ചാണ്, പെട്ടെന്ന് പ്രതികരിക്കും. പക്ഷെ പലപ്പോഴും ജ്യേഷ്ഠനോടുള്ള ആ ബഹുമാനം കൊണ്ട് ഭീമൻ കടിച്ചു പിടിച്ച് ക്ഷമിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞു, നമ്മൾ നിസ്സഹായരാണ്, ഇവിടെ നമ്മൾ അഭയാർത്ഥികളായിട്ട് കഴിയുന്നവരാണ്. അതുകൊണ്ട് നീ ആരോടും ഒന്നും പറയേണ്ടതില്ല, നമുക്കിനി പരസ്പരം സൂക്ഷിക്കാം, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയും. എന്നാൽ പിന്നീട് ദുര്യോധനൻ ആകെ നിരാശനായി ഭീമസേനൻ തിരിച്ചു വന്നതിൽ. അങ്ങനെ വീണ്ടും ഭീമസേനന് വിഷം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യം ഭീമനോട് മുൻകൂട്ടി പറയുന്നത് യുയുത്സുവാണ്. അതായത് ധൃതരാഷ്ട്രരുടെ മറ്റൊരു മകൻ എന്ന് പറഞ്ഞല്ലോ, ആ മകനായ യുയുത്സു ഈ വിവരം ചോർത്തി കൊടുക്കുന്നു. എന്നാൽ ഭീമസേനൻ അത് കുടിച്ചു. കാരണം പിന്നീട് ഒരു വിഷവും ഏൽക്കാത്ത അത്രയും ശക്തനായിരുന്നു ഭീമൻ. അതാർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള വൈരം ആ കൊട്ടാരത്തിൽ വെച്ച് തന്നെ ആരംഭിച്ചു. എങ്കിലും നിസ്സഹായയായിട്ട് കുന്തിയും മക്കളും അവിടെ നിൽക്കുകയാണ്. അവർക്കതല്ലാതെ വേറെ വഴിയില്ല. മഹാഭാരതം
महाभागा